തേരി മേരി രചന റോബു റോബസ്റ്റൻ അവതരണം സൽസാമുസ്തു. സത്യം പറഞ്ഞോ? എന്താ ഉണ്ടായേ? പെട്ടെന്ന് ഇങ്ങനെ നിനക്ക് മനമാറ്റം ഉണ്ടാവാൻ കാരണം എന്താ? നന്ദു എന്ന് കയറിയതേ ത്രിദേവി അവളെ അങ്ങ് പൊക്കി വളഞ്ഞിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങിയതാണ് നടക്കുന്നത്. കൊച്ചേ, മിണ്ടാതിരിക്കാതെ എന്തേലും ഒന്ന് തുറന്ന് പറ. അല്ലേ തന്നെ ചുരുളയ്യാത്ത ഒരുപാട് രഹസ്യമുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതും കൂടി കൊണ്ടുവന്നിടല്ലേ? എവിടെ കുട്ടി മിണ്ടുന്നില്ല കേട്ടോ. ലെവൽ ത്രിദേവീസിനെ തന്നെ നോക്കിയിരിക്കുകയാണ്, എന്നല്ലാതെ ഒന്നും മിണ്ടുന്നില്ല. ഒന്ന് പറ കുഞ്ഞ്, എന്താ ഉണ്ടായതെന്ന്. എന്താ ഭാബി, IPS കാരനെ ഒഴിവാക്കി മന്ത്രിച്ചുവരനെ ചൂസ് ചെയ്യുന്നത് എന്ന് തോന്നുന്നുണ്ടോ? നന്ദു തമാശ വിട്ട് സീരിയസ് ആയിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എന്താ നടന്നതെന്ന് വെച്ചാൽ ലാഗ് അടുപ്പിച്ച് അത് വേഗം പറ. ശരി, ഞാൻ എല്ലാം പറയാം. പക്ഷെ അതിനു മുന്നേ നിങ്ങളെല്ലാം സീക്രട്സ് എന്നോട് പറയണം. ഓക്കെ ആണോ? സീക്രട്സ്? അതിന് ഞങ്ങൾക്ക് എന്ത് സീക്രട്സ്? അതൊക്കെ മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? നിനക്കുള്ള പറയാൻ പറ്റുമോ ഇല്ലേ? സഹികെട്ട് റിൻഷ ചോദിച്ചു. എന്താ ബാബി ഞാൻ പറയേണ്ടത്? ഏട്ടന്മാരെന്താ പറഞ്ഞു തന്നോ? ഇത്രയും നേരം ഒരാളുടെ പിറകെ ഞാൻ നടന്നു. ഇതുവരെ ഒരിക്കലെങ്കിലും അയാൾ എനിക്ക് പോസിറ്റീവ് റിപ്ലൈ തന്നോ എന്ന് ചോദിച്ചു. പിറകെ വീണ്ടും എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചു. സത്യമല്ലേ ഇതൊക്കെ? നന്ദു ചോദിച്ചതും ത്രിദേവീസ് എന്ത് പറയണമെന്നറിയാതെ നിന്നു. അവസാനമായൊരു ചാൻസും കൂടി തന്നു. ഇപ്പം ഞങ്ങൾ പോയത് നിങ്ങളുടെ ഏട്ടൻ്റെ അടുത്തേക്കാണ്. അത് കേട്ടതും ത്രിദേവീസ് അമ്പരപ്പോടെ അവളെ നോക്കി. ആളുടെ മറുപടി എന്താണെന്ന് കേൾക്കേണ്ട നിങ്ങൾക്ക്. എല്ലാം മറന്നേക്കാൻ. ഓക്കെ, മറക്കാം. പറഞ്ഞതനുസരിച്ചില്ലെന്ന് വേണ്ടല്ലോ. ഇനി മുതൽ ആൾക്കൊരു ശല്യമായി ഞാൻ പിറകെ ചെല്ലില്ല. അത്രയും പറഞ്ഞ് അവൾ മുന്നോട്ട് നടന്നിട്ട് പെട്ടെന്ന് നിന്നു. ശനിയാഴ്ച സിദ്ധാർത്ഥ് നാരായണുമായുള്ള എൻ്റെ എൻഗേജ്മെൻറ്റ് നടക്കും. നിങ്ങളും ഉണ്ടാവണം എൻ്റെ കൂടെ. അത്രയും കൂടി പറഞ്ഞുകൊണ്ട് അവൾ നേരെ റൂമിലേക്ക് പോയി. അവൾ ശ്രീയേട്ടനെ കല്യാണം കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല, പക്ഷെ സിദ്ധാർത്ഥുമായുള്ള വിവാഹം ഏത് വിധേനയും തടയണം. നടക്കാത്ത കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ച് വെറുതെ സമയം എനർജി കളയണോ? റിൻഷ പറഞ്ഞു തീർന്നതും അതിന് പിന്നാലെ തന്നെ കാശിയുടെ ഡയലോഗ് എത്തി. കക്കയെ ഹൃദയസ് തിരിഞ്ഞു നോക്കി. പിറകിലത് ത്രിമൂർത്തീസ്. ദേവനെയും റയാനെയും കണ്ടപ്പോൾ തന്നെ റീമയും റീഷയും വേഗം മുഖം തിരിച്ചു. എന്താ ശരിക്കും നിങ്ങളുടെ പ്രോബ്ലം? സിദ്ധാർത്ഥ് നിങ്ങൾ എന്താ ചെയ്തേ? നന്ദു അവനെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് ഷീക്ക് ഒരു പ്രോബ്ലം ഇല്ല. ഇന്നലെ മുതൽ അതിൻ്റെ പേരിലാണല്ലോ ചിലരൊക്കെ പലതും കാട്ടിക്കൂട്ടിയത്. ഇതെന്നെ ഉദ്ദേശമാണ്, എന്നെ തന്നെ ഉദ്ദേശമാണ്, എന്നെ മാത്രം ഉദ്ദേശമാണ്. സിദ്ധാർത്ഥിനെ പറ്റി എന്തറിയാം നിങ്ങൾക്ക്? അവനെ പറ്റി ആർക്കാണ് അറിയാത്തത്? ഇന്നത്തെ തലമുറ മാർഗദർശിക്കേണ്ട ഒരു വ്യക്തിയാണ് അവൻ. എത്രയധികം ആളുകൾ അവനും ഹരിനാരായണൻ സാറും സഹായിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അയ്യോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ഇതൊക്കെ അവർ ബാക്കിയുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്നതാ. ഓഹോ, അപ്പം അവൻ നല്ലവനല്ലെന്നാണോ പറയുന്നത്? അങ്ങനെ പറയാൻ മാത്രം എന്ത് പ്രവൃത്തി അവൻ ചെയ്തത്? അത് എന്താ മറുപടി ഇല്ലേ? കാശിട്ട് ദയവ് ചെയ്ത് നന്ദുവിൻ്റെ ജീവിതം വെച്ച് കളിക്കരുത് പ്ലീസ്. ദേവനെ മൈൻഡ് ചെയ്യാതെ റിൻഷ കാശിയോട് പറഞ്ഞു. അതുതന്നെയാണ് അങ്ങോട്ടും പറയാനുള്ളത്. ദയവ് ചെയ്ത് ഈ എൻഗേജ്മെൻറ്റ് കുളമാക്കരുത്. റീമയെ ഇടങ്കണ്ണിട്ട് നോക്കിക്കൊണ്ട് റയാൻ്റെ വക ഡയലോഗാണ്. അതുകൂടെ കേട്ടതും ത്രിദേവീസിന് വാശിയായി. ഓഹോ, അപ്പം തീരുമാനം മാറ്റില്ല എന്നാണോ? ഫൈൻ, ഇനി എന്ത് ചെയ്തിട്ടാണേലും ഈ ആലോചന ഞങ്ങൾ മുടക്കിയിരിക്കും. ഇത് ഞങ്ങളുടെ വാശിയാണ്. ചലഞ്ച് ചെയ്യുവാണോ? അതും ഞങ്ങളെ? അങ്ങനെയെങ്കിൽ അങ്ങനെ. ഓക്കെ, ചലഞ്ച് അക്സെപ്റ്റഡ്. എന്ത് വില കൊടുത്തും ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ എല്ലാം നടത്തിയിരിക്കും. കാണാം നമുക്ക് എന്താ നടക്കാൻ പോകുന്നതെന്ന്. കാണാം. ത്രിമൂർത്തീസ് ആൻഡ് ത്രിദേവീസ്. അങ്ങനെ യുദ്ധം തുടങ്ങുവാണ് മക്കളെ. ആരായിരിക്കും അന്തിമ വിജയ്? ത്രിമൂർത്തീസ് ഓർ ത്രിദേവീസ്? നമുക്ക് കണ്ടു തന്നെ അറിയണം. സോ കമോൺ ഗായ്സ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെ കൂടിക്കോളൂ. ഇവരുടെ ഒരു അടിപൊളി ഫൈറ്റ് നമുക്ക് കാണാം. അപ്പോൾ നാളത്തെ ഒരു എപ്പിസോഡ് നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്ത് കാണുക. ഇന്ന് ചെറിയൊരു കുഞ്ഞു ഭാഗമാണ്. ഏതാണ്ട് ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് നമ്മുടെ ഈ സ്റ്റോറി നമ്മൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയുടെ തൽക്കാലത്തേക്ക് ഞാൻ വിട പറയുന്നു. ബൈ.